വാട്സ്ആപ്പ് കേസ് ബോക്സ് മേടുന്ന നാസിമാണ് ഒരു 7000 രൂപയ്ക്ക് അത്യാവശ്യം സ്പെസിഫിക്കേഷൻ ഒക്കെ ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. പോക്കോയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഏകദേശം 6.7 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, കോറിംഗ് ഗറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ്, ഇതൊക്കെ വരുന്ന രീതിയിൽ ഒരു അത്യാവശ്യം ഡീസന്റ് ആയിട്ടൊരു എൻട്രി ലെവൽ മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലൂടെ സെയിലിന് വന്നിരിക്കുന്ന പോക്കോയുടെ C61 എന്ന് പറയുന്ന തുടക്കക്കാർക്ക് ഒരു എൻട്രി ലെവൽ മൊബൈൽ ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. പോക്കോ C61 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഏകദേശം ഒരു 7000 രൂപയ്ക്ക് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് പോക്കോ ഇവിടെ നമുക്ക് തരുന്നത്. ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. MLED ഡിസ്പ്ലേ ഒന്നുമല്ല. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിൽ പോക്കോ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ കോറിംഗ് ഗറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും പോക്കോ ഈ ഒരു വിലയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം നമുക്ക് ഇതിൽ സപ്പോർട്ട് ആണ്. ഒരേ സമയം 2 നാനോ സിമ്മും അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി സ്ലോട്ടും ഇതിൽ വരുന്നുണ്ട്. 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിന്റെ സിം സ്ലോട്ട് പോക്കോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 199 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Android 14 വരുന്നത്. OS അപ്ഡേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് പ്രോമിസ് പോക്കോ ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ ഒരുപാട് നാളത്തെ OS ആൻഡ് സെക്യൂരിറ്റി അപ്ഡേഷൻ ഒന്നും നമുക്ക് ഈ ഒരു വിലയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഓഫർ ചെയ്യാൻ ഒരു കമ്പനിയും മുന്നോട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ എൻട്രി ലെവൽ സെഗ്മെന്റിൽ പോക്കോ ഇറക്കിയിരിക്കുന്നത്. ചിപ്സെറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. മീഡിയ ടെക്കിന്റെ ഹീലിയോ G36 12 നാനോമീറ്റർ ഉള്ള ഒരു ചിപ്സെറ്റ് ആണ് പോക്കോ C61 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ പോക്കോ നൽകിയിരിക്കുന്നത്. പോക്കോ C61 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 2 മെമ്മറി വേരിയന്റിലെ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ടിലൂടെ അവൈലബിൾ ആണ്. 464 അതേപോലെ തന്നെ 6128 ഈ 2 വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് കിട്ടുന്നത്. എക്സ്പാൻഡബിൾ ആയിട്ട് മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെമ്മറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 2 ക്യാമറ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ ക്യാമറ ആയിട്ട് വരുന്നത്. മെയിൻ ക്യാമറ 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് നമുക്ക് പോക്കോ C61 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ വന്നിരിക്കുന്നത്. 2.0 ആണ് ഇതിന്റെ അപ്പറേച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 0.8 MB AI പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അതൊന്നും നിങ്ങൾ കണക്കി കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം 0.8 MB എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ആ ഒരു ക്യാമറയുടെ കാര്യം നിങ്ങൾ അങ്ങ് മറന്നേക്കുക. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. 180 30 FPS ഈ ഒരു സെൽഫി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. OS സപ്പോർട്ട് ഒന്നും ഇതിൽ വരുന്നില്ല, കാരണം എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. അതേപോലെ തന്നെ നമുക്ക് മെയിൻ ക്യാമറ റിയർ ക്യാമറ 8 മെഗാ പിക്സലിന്റെ ഉപയോഗിച്ചും 30 FPS 180 ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു മെയിൻ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയത്തും OS ആൻഡ് ES സപ്പോർട്ട് ഒന്നും വരുന്നില്ല. ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ അവിടെയും 5000 mAh ബാറ്ററി കപ്പാസിറ്റി നമുക്ക് പോക്കോ C61 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 10 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 3.5 mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. മോണോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. ബ്ലൂടൂത്തിന്റെ 4.1 ആണ് വരുന്നത്. NFC സപ്പോർട്ടായി വരുന്നില്ല. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി Type A to Type C ചാർജിങ് കേബിൾ ആണ് നമുക്ക് പോക്കോ C61 എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നത്. സെക്യൂരിറ്റിയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് സിസ്റ്റം ആയിട്ട് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് ആണ് ഇവർ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് മൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ സ്പീഡിൽ നമുക്ക് ലോക്കിംഗ് അൺലോക്കിംഗ് ചെയ്യാൻ സാധിക്കും. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ എന്ന് പറയുന്ന 3 കളർ വേരിയന്റിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് 7999 രൂപയാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഓഫർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ സ്പെഷ്യൽ ഓഫർ ആഡ് ചെയ്തതിന് ശേഷം 6754 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഇത് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്. കീപാഡ് മൊബൈൽ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികം ക്യാഷ് മുടക്കാൻ ഇല്ല, ഒരു സ്മാർട്ട് ഫോണിലേക്ക് മാറണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് അത്യാവശ്യം നോക്കിയെടുക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് C61 എന്ന് പറയുന്ന ഈ പോക്കോയുടെ മൊബൈൽ ഫോൺ. 7000 രൂപയിൽ താഴെ ഏകദേശം 6500 രൂപ അല്ലെങ്കിൽ 6700 രൂപ തോതിൽ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.